ഹായ് ഗായ്സ്, ഇന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് മീനിലേക്ക് മസാലപ്പൊടികളെല്ലാം തേച്ച് വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യിക്കാൻ വെക്കാം. മീനിലേക്ക് തേക്കേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് തേച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇനി നമുക്ക് മീൻ പൊരിച്ച എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞതും ചേർത്തിട്ട് അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മുടെ മസാലയിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുത്തിട്ട് അതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മീൻ വറുത്തതും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ചുകൂടെ മസാല ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് പൊതിഞ്ഞ് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീൻ ഒന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു ഭാഗം പൊള്ളി വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ പൊള്ളിച്ചെടുക്കണം. 2 ഭാഗവും പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ മീൻ പൊള്ളിച്ചത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.